സിനിമ വെറും ഒരു വിനോദ ഉപാധി മാത്രമല്ല, പലപ്പോഴും അത് ശക്തമായ രാഷ്ട്രീയ ആയുധം കൂടിയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വരാനിരിക്കുന്ന ദി കേരള സ്റ്റോറി 2 എന്ന സിനിമയെക്കുറിച്ചും അതിന്റെ ട്രെയിലർ ഉയർത്തുന്ന വിവാദങ്ങളെക്കുറിച്ചുമാണ്. ഒരു വിഭാഗം ആളുകളെ മാത്രം ലക്ഷ്യം വെച്ച് വർഗീയതയുടെയും വെറുപ്പിന്റെയും രാഷ്ട്രീയം സിനിമയിലൂടെ എങ്ങനെ കുത്തിവെക്കപ്പെടുന്നു. ദി കേരള സ്റ്റോറി എന്ന ഒന്നാം ഭാഗം റിലീസായപ്പോൾ തന്നെ വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. 32,000 പെൺകുട്ടികൾ കേരളത്തിൽ നിന്ന് മതം മാറിപ്പോയി എന്ന കള്ളക്കഥ പ്രചരിപ്പിച്ചാണ് ആ സിനിമ തുടങ്ങിയത്. അവസാനം സുപ്രീം കോടതിയിൽ പോലും ഇതൊരു ഫിക്ഷൻ അല്ലെങ്കിൽ കെട്ടുകഥയാണെന്ന് പറയേണ്ടി വന്നു. എന്നിരുന്നാലും നമ്മുടെ രാജ്യത്തെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത്തരം സിനിമകൾക്ക് ദേശീയ പുരസ്കാരം വരെ നൽകി പ്രോത്സാഹിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടതും. അതിന്റെ ചുവട് പിടിച്ചാണ് ഇപ്പോൾ രണ്ടാം ഭാഗവുമായി അണിയറ പ്രവർത്തകർ വരുന്നത്. രണ്ടാം ഭാഗത്തിൽ ട്രെയിലറിൽ കാണിക്കുന്നത് കൂടുതൽ ഭയാനകമായ വർഗീയ ഉള്ളടക്കങ്ങളാണ്. മുസ്ലിം യുവാക്കൾ ഹിന്ദു പെൺകുട്ടികളെ പ്രണയിച്ച് മതം മാറ്റുന്നു എന്നും അവർക്ക് ബീഫ് നിർബന്ധിച്ച് കഴിപ്പിക്കുന്നുവെന്നും തുടങ്ങിയ രീതിയിലുള്ള രംഗങ്ങളാണ് ട്രെയിലറിൽ ഉടനീളം മുഴുവനും. കേരളത്തിൽ ബീഫ് കഴിക്കാത്തവർ ഉണ്ടെന്നിരിക്കെ മതം മാറ്റിയ പെൺകുട്ടിയെ 5 പേർ ചേർന്ന് നിർബന്ധിച്ച ബീഫ് കഴിപ്പിക്കുന്നത് മതവികാരം വ്രണപ്പെടുത്തുവാനും വെറുപ്പ് പടർത്തുവാനും ബോധപൂർവം ചെയ്തതാണെന്ന് വ്യക്തമാണ്. ഓരോ വീട്ടിലും കയറി പരിശോധിക്കണമെന്നും ഹിന്ദു പെൺകുട്ടികളെ മുസ്ലിം വീടുകളിൽ തടവിലാക്കിയിരിക്കുകയാണെന്നും പറയുന്നതിലൂടെ വലിയൊരു വിഭാഗം ജനങ്ങളെ അപരവൽക്കരിക്കാനാണ് ഈ സിനിമ ശ്രമിക്കുന്നത്. സിനിമയിൽ പറയുന്ന മറ്റൊരു രസകരമായ കാര്യം മതം മാറ്റുന്ന പെൺകുട്ടികളുടെ ജാതിയെ കുറിച്ചാണ്. ബ്രാഹ്മണ പെൺകുട്ടികളെ മതം മാറ്റിയാൽ കൂടുതൽ പൈസ കിട്ടും എന്ന രീതിയിലുള്ള സംഭാഷണങ്ങൾ ഈ സിനിമയിലുണ്ട്. ഇത് സിനിമ എഴുതുന്നവരുടെ ഉള്ളിലെ ജാതി ബോധത്തെയാണ് പുറത്തു കൊണ്ടുവരുന്നത്. മനുഷ്യരെ കടത്തുന്നു എന്നൊക്കെ പറയുമ്പോഴും അവിടെയും ജാതി കണ്ടെത്തുന്നത് അത്ഭുതകരമാണ്. ഇമോഷണൽ രംഗങ്ങളും സിനിമാറ്റിക് ആയ മ്യൂസിക്കും ഉപയോഗിച്ച് പ്രേക്ഷകരുടെ മനസ്സിൽ സ്വാധീനിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത്തരം സിനിമകളുടെ ലക്ഷ്യം എന്താണ്? മുസ്ലിം വിരുദ്ധത വളർത്തുക, സമൂഹത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കുക, രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി വോട്ട് ബാങ്ക് ഉറപ്പിക്കുക എന്നിവയൊക്കെയാണ് ഇതിനു പിന്നിലുള്ളത്. എല്ലാ മതത്തിലും തീവ്രവാദ ചിന്താഗതിയുള്ളവർ ഉണ്ടെങ്കിലും ഒരു വിഭാഗത്തെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത് അപകടകരമാണ്. ഇന്ത്യയെ ഒരു മുസ്ലിം രാഷ്ട്രമാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നവർ തന്നെ മറുവശത്ത് ഇന്ത്യയെ മറ്റൊരു മതത്തിന്റെ രാഷ്ട്രമാക്കാനും മനുസ്മൃതി പോലെയുള്ള നിയമങ്ങൾ കൊണ്ടുവരാനും ശ്രമിക്കുന്നതിനെ കുറിച്ച് മിണ്ടുന്നില്ല. ഇത്തരം അജണ്ടകൾ തിരിച്ചറിയുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്തം. സിനിമ കണ്ടിട്ട് അത് സത്യമാണെന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം വിദ്യാസമ്പന്നർ പോലുമുണ്ട് എന്നതാണ് ഏറ്റവും വലിയ സങ്കടവും. സാധാരണഗതിയിൽ വർഗീയത തുറന്നു പറയാൻ മടിയുള്ളവരെ സമ്പൂർണ്ണ വർഗീയവാദിയാക്കി മാറ്റുക എന്ന പ്രോസസ്സാണ് ഈ സിനിമകളിലൂടെ നടക്കുന്നത്. നമ്മൾ വിഭജിക്കപ്പെട്ടാൽ അത് ചില ശക്തികൾക്ക് മാത്രമേ ഗുണം ചെയ്യൂ. അതുകൊണ്ട് ഇത്തരം സിനിമകൾ പ്രചരിപ്പിക്കുന്ന വെറുപ്പിന്റെ രാഷ്ട്രീയത്തിൽ വീഴാതെ ജാഗ്രത പാലിക്കണം.